എം ഹസൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. പറയട്ടെ. കെ എം മാണി സാറിനെ കുറിച്ച് കെ എം മാണി സാർ UDF-ലേക്ക് തിരിച്ചു വരുന്നത് സംബന്ധിച്ച് ശ്രീ PT തോമസ് MLA പറഞ്ഞ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമല്ല. കെ എം മാണി സാറ് UDF-ൽ നിന്ന് ഞങ്ങൾ പുറത്താക്കിയതല്ല, അദ്ദേഹം സ്വയം പുറത്തു പോയതാണ്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ UDF-ൻ്റെ സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിൻ്റെ പിന്തുണയും സഹായവും അഭ്യർത്ഥിച്ചത് തന്നെ മാണി സാർ തിരിച്ചു വരണം എന്ന അഭിപ്രായം UDF-നും കോൺഗ്രസിനും ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം അങ്ങോട്ട് ബന്ധപ്പെടുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തത്. ശ്രീ കുഞ്ഞാലിക്കുട്ടിയെ പിന്തുണയ്ക്കാനുള്ള മാണി സാറിൻ്റെ തീരുമാനത്തെ UDF സ്വാഗതം ചെയ്തു. ശ്രീ ഉമ്മൻചാണ്ടിയും സ്വാഗതം ചെയ്തു, ശ്രീ രമേശ് ചെന്നിത്തലയും സ്വാഗതം ചെയ്തു. മാണി സാർ മടങ്ങി വരണം എന്ന് തന്നെയാണ് KPCCയുടെ അഭിപ്രായം. അതുകൊണ്ടാണ് ഈ UDF-നെ പിന്താങ്ങാൻ, സ്ഥാനാർത്ഥിയെ പിന്താങ്ങാൻ മലപ്പുറത്ത് അദ്ദേഹം തീരുമാനമെടുത്തപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മാണി സാറിനെ ക്ഷണിക്കാൻ ഉണ്ടായ ഒരു യഥാർത്ഥമായിട്ടുള്ള കാരണം കോൺഗ്രസിനും UDF-നും ഈ അഭിപ്രായമുള്ളതുകൊണ്ടാണ്. ശ്രീ PT തോമസിൻ്റെ അഭിപ്രായം അതുകൊണ്ട് പാർട്ടിയുടെ അഭിപ്രായമല്ല, മാണി സാർ മടങ്ങി വരണം എന്ന് തന്നെയാണ് KPCCയുടെ അഭിപ്രായം. മാണി സാറ് ഞാൻ ഈ ചുമതല ഏറ്റെടുക്കുമ്പോൾ എന്നെ അഭിനന്ദിക്കാൻ ഫോണിൽ വിളിച്ചപ്പോഴും ഞാൻ എൻ്റെ ആഗ്രഹവും അഭിപ്രായവും അദ്ദേഹത്തോട് ഫോണിൽ കൂടി പറഞ്ഞു. അദ്ദേഹം തിരിച്ചു മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും KPCCയുടെ ആഗ്രഹം മാണി സാർ മടങ്ങി വരണമെന്നുള്ളതാണ്. MLA PT തോമസിൻ്റെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമല്ല. ഇത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ്. MLA-മാർ ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ പാർട്ടിയുടെ അഭിപ്രായം കൂടി മനസ്സിലാക്കി ആരാഞ്ഞ ശേഷം പറയണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്ക് എല്ലാ MLA-മാരോടും നേതാക്കന്മാരോടും ഉള്ളത്. പരസ്പരം ചർച്ച ചെയ്യണം. അതൊന്നുമില്ല. ഇതാണ് ഇനി ഇത്തരം അഭിപ്രായങ്ങൾ പറയുമ്പോൾ പാർട്ടിയുടെ അഭിപ്രായമേ പറയാവൂ എന്നുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. ഇല്ല, ഞാൻ അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം എന്നോട് നൽകിയ വിശദീകരണം ഞാൻ പറഞ്ഞ രൂപത്തിലല്ല പല പത്രങ്ങളിലും ഇത് പ്രസിദ്ധീകരിച്ചതും ചാനലുകളിൽ വന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ എന്തായാലും അങ്ങനെ ഒരു ധാരണ പരന്നു. PT തോമസിൻ്റെ അഭിപ്രായം മാണി സാർ വരുന്നതിന് അനുകൂലമല്ല. അതുകൊണ്ടാണ് ഞാനിത് വ്യക്തമാക്കുന്നത്. ചാനലിൽ പറഞ്ഞതൊന്നും നമ്മളാരും മാറ്റിമറിച്ചതല്ല. ചാനലിൽ പറഞ്ഞത് അതുപോലെ തന്നെയാണ് അന്ന് സംപ്രേഷണം ചെയ്തത്. മറ്റൊരു കാര്യം, പറഞ്ഞ വേദി തന്നെ ഒരു വേദിയാണ് പ്രശ്നം. അതായത് മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് പോലെ അതിന്റെ പ്രചാരണ സമയത്ത് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത് ശരിയാണോ? ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ക്ലാരിഫൈ ചെയ്തത്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ അദ്ദേഹം പിന്താങ്ങുകയും UDF-ൻ്റെ പ്രതിപക്ഷ ചെയർമാൻ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും ക്ഷണിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മലപ്പുറത്ത് വെച്ച് അദ്ദേഹം ഇത് പറയാൻ പാടില്ലായിരുന്നു. പാർട്ടിയുടെ അഭിപ്രായമല്ലെന്ന് വ്യക്തമാക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയല്ല, അദ്ദേഹം വിട്ടുപോയത് അദ്ദേഹത്തിൻ്റെ തീരുമാനം, ഞങ്ങൾ പുറത്താക്കിയതല്ല. ക്ഷീണം ചെയ്തോ ഇല്ലയോ എന്നുള്ള അഭിപ്രായം അതിനകത്തില്ല. ഇല്ലല്ലോ, ഒരു ക്ഷീണമൊന്നും ഉണ്ടായിട്ടില്ല. മാണി സാർ കൂടി ഈ മുന്നണി പടുത്തുയർത്തിയ നേതാക്കളിൽ ഒരാളാണ് മാണി സാർ. മാണി സാറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഈ മുന്നണിയിൽ ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, ഞങ്ങളാരും അനുനയിപ്പിച്ചിട്ടല്ലല്ലോ അദ്ദേഹം തീരുമാനമെടുത്തത്. ശ്രീ കുഞ്ഞാലിക്കുട്ടി അഭ്യർത്ഥിച്ചു, അവർ തീരുമാനിച്ചു. അങ്ങനെയൊന്നും ഇതിന് വ്യാഖ്യാനങ്ങളില്ല. താങ്ക് യു. കെ എം മാണി UDF-ലേക്ക് മടങ്ങി വരണമെന്നാണ് പാർട്ടിയുടെ അഭിപ്രായമെന്നും PT തോമസിന്റെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമല്ലെന്നും MM ഹസൻ